أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ GIO കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, SIO കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിൻ്റെ നൈതിക ലോകം എന്നുള്ളതാണ് സുപ്രധാനമായ നമ്മുടെ ചർച്ചാ വിഷയം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരമായി ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന നൈതികതയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ആദർശം കൊണ്ട് വ്യവഹരിക്കുന്നതിനെക്കുറിച്ചും നിർബന്ധപൂർവമോ അല്ലാതെയോ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോസഫ് മസദ് ലിബറലിസം ഇൻ ഇസ്ലാം ഇൻ ലിബറലിസം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം എന്നത് രണ്ട് തരത്തിൽ ചില പദപ്രയോഗങ്ങളുടെ വിപരീതാർത്ഥത്തിലും സമാനാർത്ഥത്തിലും ഉപയോഗപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ സമാനാർത്ഥമായിട്ട് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പോലെ തന്നെ അസഹിഷ്ണുതയുടെയും അനീതിയുടെയും ഭീകരവാദത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ഒക്കെ സമാനാർത്ഥ പദപ്രയോഗമായി ഇസ്ലാമിനെ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് വിപരീതാർത്ഥം എന്ന അർത്ഥത്തിൽ ജനാധിപത്യം, സെക്യുലറിസം, സഹിഷ്ണുത, നീതി, സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം, സാമൂഹ്യ ജനാധിപത്യം, ലിബറലിസം, ക്രിസ്ത്യാനിറ്റി, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളുടെ വിപരീതാർത്ഥത്തിൽ ഇസ്ലാം എന്ന് വിവക്ഷിക്കുന്നതായും വിശദീകരിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരു അനുരണനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വ്യവഹാരങ്ങളുടെ ഭാഗമായിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. അറിയാം, ഇസ്ലാമോഫോബിയ എന്നുള്ളത് വളരെ പെട്ടെന്ന് രൂപീകരിക്കപ്പെട്ട ഒരു സംഗതിയല്ല. കാലങ്ങളായി ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നരേറ്റീവുകളുടെ ഭാഗമായി പരിമിതപ്പെടുത്തുകയും അപരവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ അനന്തരഫലമായി രൂപപ്പെട്ട ഒന്ന് തന്നെയാണ് ഇസ്ലാമോഫോബിയ. ലോകത്ത് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന കുരിശുയുദ്ധങ്ങൾ, ജെറൂസലമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്ത് നീണ്ടുനിന്ന കുരിശുയുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചതും ഇസ്ലാമോഫോബിയ തന്നെയായിരുന്നു. അതിൻ്റെയൊക്കെ വകഭേദങ്ങളായി അല്ലെങ്കിൽ അനുരണനങ്ങളായി, മാറ്റങ്ങളായി പല ഘട്ടങ്ങളിൽ ഇസ്ലാമോഫോബിയ നിരന്തരമായി സമൂഹത്തിൽ മതേതരത്വം, പ്രത്യേകിച്ചും ഇന്ത്യൻ ദേശീയതയുടെ ഒക്കെ ഭാഗമായി സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം പോലെ മതേതരത്വം പോലെ ഒരു സംഗതിയായി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള വ്യവഹാരങ്ങൾക്കകത്ത് വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയായി ഇസ്ലാമോഫോബിയ, ആ ഒരു യാഥാർത്ഥ്യമായി ഇസ്ലാമോഫോബിയ മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരം പദപ്രയോഗങ്ങളാണെങ്കിലും ഏത് തരം വിഷയങ്ങളാണെങ്കിലും എപ്പോഴും ഇത്തരത്തിൽ അവർ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന, അവർ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുന്നുപാധികൾക്കകത്ത് നരേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ്. വെസ്റ്റേൺ അക്കാദമിക് അകത്ത് ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് നിർണയിക്കുകയാണെങ്കിൽ ലിബറലിസം പറഞ്ഞു വെക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിബറലിസമാണ് ആത്യന്തികമായി എല്ലാ പുരോഗമനങ്ങളുടെയും എല്ലാ പുരോഗമന മൂല്യങ്ങളുടെയും ഒരു കേന്ദ്രം എന്നുള്ളതാണ്. അതല്ലാത്തതെല്ലാം പുരോഗമന വിരുദ്ധമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ അക്കാദമിക് അകത്തുനിന്നുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തെ നിർവചിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം എപ്പോഴും ഒരു
ഭീകരതയുടെ ഒരു അടയാളമായി, ഒരു പ്രത്യയശാസ്ത്രമായി ചിത്രീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് മുസ്ലിം സ്ത്രീയിലേക്ക് കടന്നു വരുമ്പോൾ, മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത, ഒട്ടും ചലനാത്മകമല്ലാത്ത ഒരു തരം നെഗറ്റീവിൻ്റെ പ്രതീകമായി മുസ്ലിം സ്ത്രീയെ ചിത്രീകരിച്ചുകൊണ്ട് അതിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ നെറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം, ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൂൾ എന്ന് പറയുന്നത്. ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ നെറേറ്റ് ചെയ്ത രൂപത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ ചിഹ്നമായി മുസ്ലിം സ്ത്രീയെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിബറലുകൾ നെറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോളങ്ങൾക്കകത്താണ് മുസ്ലിം സ്ത്രീ എന്നുള്ളതും അതിലൂടെയാണ് ഇസ്ലാമിനെ അവർ ഇത്തരത്തിൽ പല സന്ദർഭങ്ങളിലായി ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ലോകത്ത് അതീശത്വങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കോളനി വൽക്കരണമാണെങ്കിലും അതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന അട്രോസിറ്റികളും എത്നിക് ക്ലീൻസികളും ജനോസൈഡുകളും എത്നോസിറ്റികളും ഒക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു മുന്നുപാധി അവർ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, നിങ്ങൾ അടിമകളാക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കർത്തൃത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഏജൻസിയെ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്നതിനെ സ്ഥാപിച്ചുകൊണ്ടാണ്, എന്ന അറിവിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് അവരതിനുള്ള പ്രതിവിധിയായിട്ട് ഇത്തരത്തിൽ സെറ്റിൽമെന്റുകൾ അല്ലെങ്കിൽ അട്രോസിറ്റികൾ, അധിനിവേശങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊളോണിയലിസം ആണെങ്കിലും പിന്നെ ഇത്തരത്തിലുള്ള അട്രോസിറ്റികളാണെങ്കിലും അധിനിവേശനങ്ങളാണെങ്കിലും ഇതിനൊക്കെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സാധൂകരണ ടൂൾ ആയിക്കൊണ്ടാണ് അവർ അറിവിലൂടെ അവർ ഉൽപ്പാദിപ്പിക്കുകയാണ്, നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിങ്ങൾ അടിമത്തത്തിൽ കഴിയുന്നവരാണ് എന്നുള്ളൊരു അറിവിനെ നിർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ വിമോചനം, അടിച്ചമർത്തപ്പെട്ട നിങ്ങളുടെ വിമോചനം സാധ്യമാകേണ്ടത് ഞങ്ങളിലൂടെയാണ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്ത് പലപ്പോഴും അധിനിവേശങ്ങൾ സ്ഥാപിതമാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മധ്യ ഏഷ്യയിലൊക്കെ മുസ്ലിം സമൂഹങ്ങളെ ക്രിസ്ത്യാനിറ്റി പിന്നെ ക്രിസ്ത്യാനിറ്റി അല്ല കമ്മ്യൂണിസം സോഷ്യലിസം സ്വാധീനിച്ചതും അവർ അതിൻ്റെ ടൂളാക്കിയതും ഒക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രത്യേകമായിട്ടും വളരെ പെട്ടെന്ന് അതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ ഫാസിസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അനുഭവവേദ്യമായിട്ട് ഏറ്റവും ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ടും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ അവർ ഇരവൽക്കരിച്ചുകൊണ്ട് ഇവർ കമ്മ്യൂണിറ്റിക്കകത്ത് ഇരയാക്കപ്പെട്ടവരാണ്, മുസ്ലിം സ്ത്രീകൾ അടിമകളാക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു നരേറ്റീവിനെ രൂപപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സംരക്ഷണ അവകാശം അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ധ്വനിയിലൂടെയാണ്, എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് അവരുടെ ഭരണഘടനാ ഭേദഗതികൾ നിർമ്മിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതികൾ നിർമ്മിക്കുന്നതോടൊപ്പം അപ്പുറത്ത് അവർ കൃത്യമായിട്ട് മുസാഫർ നഗറിലും ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെ കൃത്യമായ ജനോസൈഡുകൾക്ക് അതിൻ്റെ ഇരകളായിക്കൊണ്ട് മുസ്ലിം സ്ത്രീയെയും മുസ്ലിം കുടുംബങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ഏതു ഭരണഘടനാ ഭേദഗതികളാണെങ്കിലും മുത്തലാഖ് നിയമം, അതിനുശേഷം ഇവിടെ നടന്ന ഭരണഘടനാ ഭേദഗതി നിയമം, ഗോവധ നിരോധന നിയമം, ലവ് ജിഹാദ് നിയമം, ഇങ്ങനെ തുടങ്ങിയ ഭേദഗതികളൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ ഇരയാക്കുന്നതിന് വേണ്ടിയുള്ള, ഇരയാക്കപ്പെട്ട ആളുകൾ തന്നെ പ്രതികളാക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നുപാധി അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനെ ഇവിടെ രൂപീകരിക്കുക എന്നുള്ളതാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഇരവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾ ഇരയാക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെല്ലാം അതിനു വേണ്ടിയാണ് എന്ന് അവർ പറയുന്ന അതേ സമയത്ത് തന്നെ അവർ കൃത്യമായ ടൂളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതികൾ സാധ്യമാക്കിക്കൊണ്ടൊക്കെ അവർ കൃത്യമായി മുസ്ലിം സ്ത്രീയെ ഇരയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഫാസിസം അവരുടെ ഇന്ധനമാക്കി ഉപയോഗപ്പെടുത്തുന്നത് ലിബറലിസവും യുക്തിവാദവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത അവർ രൂപപ്പെടുത്തിയ പല ആശയങ്ങളും അവർ സ്ഥാപിച്ചെടുത്ത പല ആശയങ്ങളുമാണ് സംഘപരിവാർ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളായിട്ട് അവരുടെ ഇവരെ ജനോസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുന്നുപാധികളായിട്ട് ഏറ്റെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ സാധ്യമാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ
പിന്നെ നമ്മുടെ രാഷ്ട്രീയ മുസ്ലിം എന്ന അർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ കർത്തൃത്വത്തെ നിരാകരിക്കുക, അതിനെ സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവര് ഭീഷണിയാണ്, സമൂഹത്തിന് ഭീഷണിയാണ് എന്നുള്ള ഒരു നരേറ്റീവിനെ സമൂഹത്തിൽ പൊതുവായി രൂപപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ലിബറലിസം മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങൾക്ക് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലൊക്കെ വിശിഷ്യമായും ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് സംജ്ഞകളുണ്ട്. ഈ സംഗതികൾ കൊണ്ടൊക്കെ ഫാസിസം ഏത് ടൂളാണോ ഉപയോഗിക്കുന്നത് ആ ടൂളിനെ എളുപ്പമാക്കാൻ പിന്നീട് അവർ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ലിബറൽ ലോകത്ത് ജാതിക്കും മതത്തിനും വംശത്തിനുമൊക്കെ അതീതമായിട്ട് പിന്നെ ജീവിക്കുന്നവരാണ് എന്നാണ് ലിബറൽ ലോകം അവകാശപ്പെടുന്നത്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ മുസ്ലിം സ്ത്രീകൾ വ്യക്തമായി മുസ്ലിം സ്ത്രീ എന്ന അടയാളപ്പെടുത്തലിലൂടെ വ്യക്തമായി മാറി നിൽക്കേണ്ടി വന്ന ഒരുപാട് ഘട്ടങ്ങളിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും പിന്നെ പലപ്പോഴും ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഈ അടുത്ത കാലത്ത് ക്ലബ് ഹൗസുകളിലൊക്കെ വലിയ വിശദമായ ചർച്ചകളൊക്കെ നയിച്ചിരുന്ന, മുസ്ലിം പ്രതിനിധാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന, ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചിരുന്ന, 9/11 ശേഷമൊക്കെ നമുക്കറിയാം സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം 9/11 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം വിശേഷമായും കേരള സാഹചര്യത്തിലാണെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിലാണെങ്കിലും മുസ്ലിങ്ങളെ കാലങ്ങളായ ഒരു അരസികരായിട്ടും പിന്നോക്കാവസ്ഥയുടെ ഒരു പ്രതിനിധികളായിട്ടും ഒക്കെയായിരുന്നു കാലങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന സാഹിത്യങ്ങൾ, പുക്കാസ പോലെയുള്ള മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാഹിത്യ രൂപങ്ങളാണെങ്കിലും സിനിമകളാണെങ്കിലും മുസ്ലിം സ്ത്രീയെയും ഒക്കെ ഒരു പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു അരസികനായിട്ടും പിന്നെ നിരക്ഷരനായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് നമുക്കറിയാം എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റികൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനകത്ത് പിന്നോക്കമാക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറയാനുള്ളത്, കൃത്യമായും ചരിത്രത്തിന്റെ പിൻബലത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്നത്, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ വിഭജനത്തിന് ശേഷം, ഇന്ത്യ വിഭജനത്തിന് ശേഷം രൂപപ്പെട്ട അവരുടെ സാമൂഹികമായി അവരുടെ ഇടയിൽ രൂപപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയപരമായ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. പിന്നെ അതിന് അത്രയും പിന്തള്ളപ്പെട്ട ഒരു ജനവിഭാഗം, സാമൂഹികമായും രാഷ്ട്രീയപരമായും ഒക്കെ പിന്തള്ളപ്പെട്ട ജനവിഭാഗം സ്വാഭാവികമായും സാംസ്കാരികമായും പിന്തള്ളപ്പെടുകയും അതിനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പെടാപ്പാടുകളാണ് പിന്നീട് അവരുടെ സാമൂഹിക വ്യവഹാരങ്ങളിൽ സാധ്യമാകുന്നത്. ഇതേ സാധനം തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ മലബാർ സമരം, ഇവിടെ പതിറ്റാണ്ടോളം നീണ്ടു നിന്ന മലബാർ സമരത്തിന്റെ ഭാഗമായ ഒരു ചരിത്രം, ഈ കാലഘട്ടത്തിലും സാമൂഹികമായും രാഷ്ട്രീയപരമായും മുസ്ലിം കമ്മ്യൂണിറ്റികൾ വളരെ പിന്തള്ളപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനെ റിക്കവർ ചെയ്തുകൊണ്ടാണ് അതിനെ മറികടന്നുകൊണ്ട് അവർ രൂപപ്പെടുത്തിയ പ്രവാസ ജീവിതത്തിലൂടെയും അല്ലാതെയും ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റികൾ രൂപപ്പെടുത്തിയ ഒരു എക്കണോമിക് ക്യാപിറ്റലിനെ വളരെ സംശയാസ്പദമായിട്ടാണ് ഇവിടുത്തെ സാഹിത്യ രൂപങ്ങളും ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേ സംഗതി തന്നെ അവരുടെ മൊബിലിറ്റിയെ, മുസ്ലിമിന്റെ മൊബിലിറ്റിയെ, ക്യാപിറ്റലിനെയൊക്കെ വളരെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്ന, അവർ കള്ളികോളങ്ങളിൽ ഒതുക്കുന്ന സിനിമകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും അവരെ അരസികരായി ചിത്രീകരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇങ്ങനെ പൊതുബോധം നിർമ്മിക്കപ്പെടുന്നതാണ്. നമുക്കറിയാം, ഫാസിസം അവരുടെ സുപ്രധാനമായ ടൂളായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് സിനിമകൾ എന്ന് പറയുന്നത്. അവരുടെ ആശയങ്ങളെ, അവരുടെ അജണ്ടകളെ നിർണ്ണയിക്കാൻ, അവരുടെ അജണ്ടകളെ പരിവർത്തനപ്പെടുത്താൻ അല്ലെങ്കിൽ സമൂഹത്തിൽ അത് സാധ്യമാക്കാനൊക്കെ വളരെ സുപ്രധാനമായ ടൂളായിട്ട് സിനിമകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സിനിമകൾക്കകത്ത് ഇന്ന് വരെയും മുസ്ലിമിന്റെ ഒരു ദൃശ്യത എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള എക്സ്ട്രീമുകൾക്കകത്ത് ആണ് സിനിമകളിൽ നമുക്ക് മുസ്ലിമിനെ കാണാൻ സാധ്യമാകുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാരിന്റെ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പുക്കാസ നിർമ്മിച്ച ഡോക്യുമെന്ററി അറിയാവുന്നത്. ആ ഡോക്യുമെന്ററിയിലെ മുസ്ലിം ദൃശ്യത, മുസ്ലിം സ്ത്രീയുടെ രൂപഘടനയെ കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ അരസികനായിട്ടുള്ള, എപ്പോഴും ഭക്ഷണത്തിന്റെയും അല്ലെങ്കിൽ ബിരിയാണി പോലെയുള്ള ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പ്രതിബദ്ധതകളൊന്നും ഇല്ലാത്ത, വളരെ വയലന്റായും അഗ്രസീവായിട്ടും പരസ്പരം തങ്ങളിൽ നിലകൊള്ളുന്ന ഇടങ്ങളിൽ സംസാരിക്കുന്ന ഒരു മുസ്ലിമിനെയാണ് ചിത്രീകരിക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് 9/11 ശേഷം, സെപ്റ്റംബർ 11 ശേഷം കൃത്യമായ അജണ്ടയോടുകൂടി മുസ്ലിമിനെ വെസ്റ്റേൺ, എങ്ങനെയാണ് പടിഞ്ഞാറൻ നാഗരികത രൂപപ്പെട്ടതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ അപരവൽക്കരിച്ചുകൊണ്ടാണ് പടിഞ്ഞാറൻ നാഗരികത രൂപപ്പെടുന്നത്. അത് ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ
ആധുനിക ദേശരാഷ്ട്രങ്ങളൊക്കെയും തന്നെ രൂപീകൃതമാകുന്നത് ഏതെങ്കിലും ചിതറിക്കിടക്കുന്നതിനെ അല്ലെങ്കിൽ വ്യത്യസ്തമായതിനെ അപരവൽക്കരിച്ചുകൊണ്ട് അതിനെ പുറന്തള്ളിക്കൊണ്ടാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപീകരിക്കുന്നത്. ഫിയർ ഓഫ് സ്മോൾ നമ്പേഴ്സ് എന്ന കോൺസെപ്റ്റിൽ പറയുന്നത് പോലെ തന്നെ ചെറുതിനോടുള്ള ഭയം, ചിതറിക്കിടക്കുന്ന ന്യൂനപക്ഷങ്ങളായി ചെറിയ കൂട്ടങ്ങളായി ചിതറിക്കിടക്കുന്നതിനോടുള്ള ഭയത്തെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ അപരവൽക്കരിച്ച് അവരെ പുറന്തള്ളിയാണ് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് സാധ്യമാകുന്നത്. അങ്ങനെയാണ് ആധുനിക രാഷ്ട്രങ്ങളുടെ ഒരു നിർമ്മാണം സാധ്യമാകുന്നത്. ഇത് തന്നെയാണ് വെസ്റ്റേൺ നാഗരികത രൂപപ്പെടുന്നതും ഇതുപോലെ ഇസ്ലാമിനെ കൃത്യമായും പുറന്തള്ളിക്കൊണ്ട് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേ സാധനമാണ് പിന്നീട് ഇവിടുത്തെ കേരളത്തിനകത്തേക്കൊക്കെ വരുമ്പോൾ പൊതുബോധം വെസ്റ്റേൺ രൂപപ്പെടുത്തി അവരുടെ അറിവുൽപാദനത്തിലൂടെ അവർ പറയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് പിന്നീട് പൊതുബോധമായി മാറുന്നത്. അപ്പോൾ ഇസ്ലാമിനെ നരേറ്റ് ചെയ്യാനും ഇസ്ലാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള നോളേജിനെ വിശദീകരിക്കാനും നരേറ്റ് ചെയ്യാനും ഒക്കെ ഇവർ പറയുന്നത് എന്താണോ അതാണ് നോളേജ്, അതാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള സംഗതികളെല്ലാം തന്നെ. അപ്പൊ അറിവുമായി ബന്ധപ്പെട്ട് വെസ്റ്റിനുള്ള പടിഞ്ഞാറിനുള്ള അധികാരത്തെ അവർ കൃത്യമായും ഇസ്ലാമിനെതിരെ ഉപയോഗപ്പെടുത്തിയായി നമുക്ക് കാണാൻ കഴിയും. അവർ നിർമ്മിച്ച ഈ അറിവുൽപാദനമാണ് മുസ്ലിമിനെ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നത്. ഈ പൊതുബോധമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂരിപക്ഷ പൊതുബോധം, ഇവിടുത്തെ സോക്കാൾഡ് പൊതുബോധം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ലിബറലിസം മൂല്യങ്ങളുടെ വക്താക്കളാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മാനവിക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടമായി ലിബറലിസം മാറുമ്പോൾ അതിനെ അപവാദമായി ഇസ്ലാം മാറ്റപ്പെടുന്നത്. അവർക്കൊരു രൂപത്തെ ഉണ്ടാക്കണമെങ്കിൽ, ഒരു കൂട്ടത്തെ ഉണ്ടാക്കണമെങ്കിൽ, അവരുടെ ആശയങ്ങൾക്കകത്തൊരു കൂട്ടത്തെ രൂപപ്പെടുത്തണമെങ്കിൽ ഇസ്ലാമിനെ പുറന്തള്ളണം അല്ലെങ്കിൽ ഇസ്ലാമിനെ അപരവൽക്കരിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി പല ഘട്ടങ്ങളിലായിട്ട് വളരെ കൃത്യമായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, ഈ പൊതുബോധങ്ങളുടെ കൃത്യമായ മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടുത്തെ സാഹിത്യ രൂപങ്ങളിലും സിനിമകളിലും ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറികൾക്ക് ഇത്തരത്തിലുള്ള രണ്ട് എക്സ്ട്രീമുകൾക്കകത്ത് മാത്രം ചിത്രീകരിക്കപ്പെടുന്ന മുസ്ലിമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സെപ്റ്റംബർ 11 ശേഷം കൃത്യമായിട്ടും ഈ പടിഞ്ഞാറ് നിർമ്മിച്ച ഈ അറിവുൽപാദനത്തിലൂടെ അറിവിന്റെ അധികാരം എന്ന് പറയുന്ന അറിവുൽപാദിപ്പിക്കാനുള്ള അറിവിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പടിഞ്ഞാറിന്റെ പ്രിവിലേജിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സെപ്റ്റംബർ 11 എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ലോക മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘട്ടങ്ങളായി മാറ്റപ്പെടുന്നത്. അതിനുശേഷം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതീകമായി മുസ്ലിങ്ങൾ ചിത്രീകരിക്കുന്നത്. ഭീകരവാദം തീവ്രവാദം എന്നതിനൊക്കെ അപ്പുറത്ത് ലിംഗസമത്വത്തിന് അപവാദമായിട്ടുള്ള സംഗതി, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ടേം എന്തിനു വേണ്ടിയാണ് പടിഞ്ഞാറ്, എവിടെയാണ് പടിഞ്ഞാറ് അതിനെ ഉപയോഗിക്കുന്നത്, അതിനെങ്ങനെയാണ് വ്യവഹരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ താലിബാനിസം, മലാല യൂസഫ്സായി, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ISIS, അഫ്ഗാനിസ്ഥാൻ വിഷയങ്ങൾ, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ചാർലി ഹെബ്ഡോ, ഇങ്ങനെ തുടങ്ങി ഏതൊരു വിഷയം വരുമ്പോഴും 9/11 ശേഷം മുസ്ലിങ്ങൾ കൃത്യമായിട്ടും ഓരോ വിഷയത്തിനകത്തും പടിഞ്ഞാറ് നിർമ്മിച്ച അവരുടെ അറിവുൽപാദനം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ പ്രിവിലേജിലൂടെ ആ കള്ളിഗോളങ്ങൾക്കകത്ത് ഉള്ള പൊതുബോധങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഷെറിൻ BS അവരുടെ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു സെമിനാറിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ മതേതരത്വത്തിന്റെ മുസ്ലിം പർദ്ദയുമായി ബന്ധപ്പെട്ട മതേതരത്വ ആശങ്കകൾ എന്നുള്ള വിഷയത്തിലാണ് അവർ സംസാരിച്ചത്. സ്ത്രീപക്ഷ ആശങ്കകൾ, മുസ്ലിം സ്ത്രീപക്ഷ ആശങ്കകൾ എന്നുള്ള വിഷയത്തിൽ അവർ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം മുസ്ലിം സ്ത്രീയുടെ തെരഞ്ഞെടുപ്പ്, വസ്ത്രധാരണം, സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് ഇട്ടുകൊണ്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ അവർ പർദ്ദ എന്നുള്ളത് ഒരിക്കലും ഈ ലിബറലുകളുടെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ലിബറൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് അവബോധങ്ങളുടെ ഒരു തുടർച്ചയാണ് എന്നുള്ള ഒരു സാധനത്തെ അവർ പറഞ്ഞു വെച്ചതുകൊണ്ട് അവരെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതൊരു ഓരോ സംസ്കാരങ്ങളിലും വിഭിന്ന സംസ്കാരങ്ങളിലും വിഭിന്ന മാനങ്ങളാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പർദ്ദയ്ക്കൊക്കെ ഉള്ളത് എന്ന് ഒരു ചരിത്രപരമായി വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അവരുടെ
കൂടെ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അക്കാഡമിസ്റ്റ് അവരോട് ചോദിക്കുന്നത്, എന്തായിരിക്കും മലബാറിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ കൂടുതലായി പർദ്ദ ഉപയോഗപ്പെടുത്തുന്നത്? അപ്പോൾ അവരതിൽ മറുപടിയായിട്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രതിരോധം എന്നുള്ള രീതിയിൽ അവർ മറുപടിയായി പറയുമ്പോൾ പറയാനിരിക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അക്കാഡമിഷ്യൻ ഈ ഒരു വിഷയത്തിനകത്ത് മതേതരത്വത്തിന്റെ ആശങ്കകൾ എന്നുള്ള ഈ വിഷയത്തിനകത്ത് സംസാരിക്കാൻ വന്ന അക്കാഡമിഷ്യൻ സംസാരിക്കുന്നത്, ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം പുരുഷന്മാർ കൂടുതലായിട്ടും പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈംഗികമായ അരക്ഷിതാവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട്, ഒരു കവറിംഗ് ആയിട്ടാണ് പർദ്ദയെ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം സമൂഹത്തിൽ ഈ പൊതുബോധം വേരൂന്നിട്ടുണ്ട്. മുസ്ലിം സ്ത്രീയുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ കർത്തൃത്വം, രാഷ്ട്രീയപരമായ അവരുടെ കർത്തൃത്വം, അവരുടെ ഇടപെടലുകൾ. എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് ഒരിക്കൽ പിന്നെ ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭാഷണമാണ്. ഇതുപോലെയുള്ള ഒരു വേദിയിൽ ഒരാൾ വ്യക്തിപരമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ സംസാരിച്ചതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മൈക്കൊക്കെ മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്നത്, പ്രസംഗങ്ങളൊക്കെ നടത്താൻ കഴിയുന്നത് സമുദായങ്ങൾക്കപ്പുറത്ത് ഇവിടെ നടത്തിയ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ടാണ്. സമുദായങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ നടത്തിയ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു റിസൾട്ട് ആയിട്ടാണ്, പ്രതിഫലനമായിട്ടാണ് നിങ്ങൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്താൻ സാധ്യമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ PhD സ്കോളർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ചരിത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ചരിത്രത്തെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള മുന്നുപാധികളാണ് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീയുടെ മായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും തന്നെ ഈ ഉപഭോഗ സംസ്കാരത്തിനകത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഉപഭോഗ സംസ്കാരത്തിനകത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലാണ് സ്ത്രീകളുടെ ലിബറേഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ള അവരുടെ ഇടപെടലുകളെ കുറിച്ചും കർത്തൃത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എപ്പോഴും അവരുടെ വസ്ത്രധാരണ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവരുടെ രാഷ്ട്രീയ കർത്തൃത്വം, അവരുടെ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും ഈ വസ്ത്രധാരണ രീതിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അക്കാഡമിഷ്യൻ ഷെറിൻ പിയസിനോട് സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം ആഴത്തിലാണ് മുസ്ലിമുമായി ബന്ധപ്പെട്ട മുൻധാരണകൾ, മുൻവിധികൾ, മുസ്ലിമുമായി ബന്ധപ്പെട്ട മുൻവിധികൾ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ചരിത്രത്തെ തന്നെ അപ്രസക്തമാക്കുന്ന, പഠനങ്ങളെ അപ്രസക്തമാക്കുന്ന, സാമൂഹിക സാഹചര്യങ്ങളെ അപ്രസക്തമാക്കുന്ന, ഇതിനൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് മുൻവിധികളാണ് ഇവിടെ നരേറ്റീവുകളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഭയങ്കരമായൊരു ആശങ്ക തന്നെയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുമാണ്. ഇത് നിരന്തരം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. M. ഗംഗാധരന്റെ പഠനത്തിൽ അദ്ദേഹം ഈ പർദ്ദയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു സാധനം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പിന്നെ കറുത്ത പർദ്ദ, ഒരു ബഹുമുഖ സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ കറുത്ത പർദ്ദ അണിഞ്ഞുകൊണ്ട് സ്ത്രീകൾ എന്തിനുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ദൃശ്യരാകുന്നത്? അവർ മാത്രമാണ് പരിശുദ്ധരായിട്ടുള്ളത്, അതല്ലാത്തവരെല്ലാം, ഈ കറുത്ത പർദ്ദ അണിയാത്തവരെല്ലാം പരിശുദ്ധരല്ലാത്ത ആളുകളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് M. ഗംഗാധരൻ പറയുന്നുണ്ട്. CS ചന്ദ്രിക ഫാസിസത്തിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചതിന് ശേഷം പറയുന്നത്, അതായത് ഇന്ത്യൻ ഫാസിസത്തിന്റെ പ്രത്യക്ഷമായ ഇരകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവർ നിരന്തരമായി ഇവിടെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് തന്നെ മുസ്ലിം സ്ത്രീയിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ ഫാസിസത്തിന്റെ ഇരയായ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ മുസ്ലിം സ്ത്രീയിലേക്ക് വരുമ്പോൾ അവൾ ഈ ഒരു പുരുഷാധിപത്യ മൂല്യബോധത്തിനകത്ത് കൃത്യമായി സാമൂഹികമായും രാഷ്ട്രീയപരമായും സാംസ്കാരികമായും പിന്തള്ളപ്പെട്ടുകൊണ്ട് ഇസ്ലാം എന്നതിൻ്റെ പുരുഷാധിപത്യ മൂല്യങ്ങൾക്കകത്ത് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇരട്ട സ്റ്റീരിയോടൈപ്പ് പ്രതിനിധാനമാണ് CS ചന്ദ്രിക വിശദീകരിക്കുന്നത്. അപ്പോൾ ഫാസിസത്തെ പ്രതികൂലിച്ചുകൊണ്ട്, ഫാസിസത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളുകൾ പോലും ഫാസിസം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാസിസം ജനോസൈഡുകൾക്കും അട്രോസിറ്റികൾക്കും ഒക്കെ മുന്നുപാധികൾ ഉണ്ടാക്കുന്ന, അതിനുള്ള നമ്മൾ സിനിമകളിലൊക്കെ ഗുണ്ടകളുടെ അപ്പിയറൻസ് ഉണ്ടല്ലോ, പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പിന്നെ ഒരു തെരുവിൽ ഉള്ള അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കുന്ന ഒരാളുടെ ജാതി സിനിമയിൽ പറയില്ല, പക്ഷെ അയാളുടെ അപ്പിയറൻസിലൂടെ നമുക്ക് അയാൾ ഏത് ജാതിയാണ്, ഏത് കമ്മ്യൂണിറ്റിയാണ്, അയാൾ ജീവിക്കുന്ന കോളനി പരിസരങ്ങൾ, അയാളുടെ വീട്, അയാളുടെ കസ്റ്റംസ്, അയാളുടെ രൂപഘടന, അയാളുടെ അപ്പിയറൻസ്, ഇതിലൂടെയൊക്കെ തന്നെ അയാൾ ഏത് ജാതിയാണെന്ന് തെളിയിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും ഭയങ്കര അഗ്രസീവായിരിക്കും. അവർ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്തവരും ദേശീയതയ്ക്ക് ആൻറ്റിയായി നിലനിൽക്കുന്ന, ഇവിടുത്തെ റൂൾസിന് ആൻറ്റിയായി നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഘടകമായിരിക്കും. അതിൻ്റെ അപ്പുറത്ത്
നായർ കഥാപാത്രങ്ങളും സവർണ കഥാപാത്രങ്ങളും ഒക്കെ എങ്ങാനും കള്ളന്മാരായോ അല്ലെങ്കിൽ ഗുണ്ടകളായോ ഒക്കെ ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആര്യൻ സിനിമയിലൊക്കെ പറഞ്ഞു വെച്ചതുപോലെ സാഹചര്യത്തിന്റെ ഏറ്റവും മിഷമാധവനിലൊക്കെ മാധവൻ നായർ കള്ളനായതുപോലെ സത്യസന്ധനായ ചേക്ക് വിട്ട് തന്റെ മോഷണ സാധനങ്ങളെ കൊണ്ടുപോകാത്ത സത്യസന്ധനായ കള്ളന്മാരെ ആയിരിക്കും സവർണരായിട്ട് ചിത്രീകരിക്കുക. ഇതേ സാധനം തന്നെയാണ് മുസ്ലിം മായി ബന്ധപ്പെട്ട് പറയുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പർദ്ദയുമായി ബന്ധപ്പെട്ട് പർദ്ദ എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്കിടയിൽ പർദ്ദ ആഗോളതാപനത്തിന് വരെ കാരണമാകുന്ന കേരളത്തിലെ വർദ്ധിച്ച ചൂടിന് കാരണം മുസ്ലിം സ്ത്രീകൾ വ്യാപകമായി ധരിക്കുന്ന ഈ കറുത്ത പർദ്ദയാണ് എന്നുവരെയുള്ള ചർച്ചകളുടെ ഭാഗമായ അല്ലെങ്കിൽ ചർച്ചകൾ കേൾക്കേണ്ടി വന്ന ആളുകൾ കൂടിയാണ് നമ്മൾ. നമ്മുടെ സംസ്കാരത്തിന് എതിരായ അല്ലെങ്കിൽ സംസ്കാരത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത നമ്മുടെ ദേശീയതയോട് ഈ ദേശീയത എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അവർ പറയുന്ന അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തിയ ദേശീയത എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. അപ്പോൾ സമൂഹത്തോട്, സംസ്കാരങ്ങളോട്, ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു കൂട്ടരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വൈവിധ്യമായ ഇവിടുത്തെ നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ ഇവിടുത്തെ വൈവിധ്യമായ വർണ്ണങ്ങൾ ഇതിനൊക്കെ ആൻറ്റിയായി നിന്നുകൊണ്ടാണ് ഇവർ കറുത്ത പർദ്ദയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ ദേശീയതയ്ക്ക് എതിരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നെറേറ്റീവുകൾ പർദ്ദയുമായി ബന്ധപ്പെട്ട് നിരന്തരം നമുക്ക് ചർച്ചകളിലൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിം സ്ത്രീയെ മാറ്റി നിർത്തി സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ലോകത്ത് നടന്ന ചർച്ചകൾ എപ്പോഴും തന്നെ പുരുഷാധിപത്യ സമൂഹങ്ങൾക്കകത്ത് പ്രത്യേകിച്ചും ജൈവികമായി സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ആധിപത്യ മനോഭാവത്തോടു കൂടി അടിച്ചമർത്തിക്കൊണ്ട് ഈ സ്ത്രീകളുടെ മുന്നേറ്റങ്ങളെ തടയാൻ, അവരുടെ മുന്നേറ്റങ്ങളെ പ്രാന്തവൽക്കരിച്ചുകൊണ്ടും അത്തരം മുന്നേറ്റങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടൊക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ പുരുഷാധിപത്യ ഘടനയെ സ്ഥാപിക്കുന്നത് തന്നെ അധീശത്വത്തിലൂടെയും അടിച്ചമർത്തലിലൂടെയും അല്ലെങ്കിൽ ജൈവികമായി ഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആധിപത്യ ക്രമങ്ങളിലൂടെയും ഒക്കെയാണ്, ഫലപ്രയോഗങ്ങളിലൂടെയും ആധിപത്യ ക്രമങ്ങളിലൂടെയും ഒക്കെയാണ് ഈ അടിമ ഉടമ വ്യവസ്ഥിതി രൂപപ്പെട്ട അതേ ഒരു റൂളിൽ തന്നെയാണ് സ്ത്രീ പുരുഷ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു സാധനം രൂപപ്പെട്ടിട്ടുള്ളതും സ്ത്രീ മുന്നേറ്റങ്ങളെ അവർ അടിച്ചമർത്തിയിട്ടുള്ളതും പ്രാന്തവൽക്കരിച്ചിട്ടുള്ളതും ഒക്കെ വസ്തുത തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ സമൂഹത്തിൽ പകുതിയോളം വരുന്ന കമ്മ്യൂണിറ്റികളുടെ ലിബറേഷന് വേണ്ടി സംസാരിക്കുന്ന, സമൂഹത്തിൽ പകുതിയോളം വരുന്ന കമ്മ്യൂണിറ്റിയുടെ അല്ല ജനവിഭാഗങ്ങളുടെ ആ പോപ്പുലേഷന്റെ പകുതിയോളം വരുന്ന സ്ത്രീ വിഭാഗത്തിന്റെ മുന്നേറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ആധുനിക അതീശ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരം ഇതുമായി ബന്ധപ്പെട്ട ഇവർ പറയുന്ന സ്ത്രീകൾക്ക് അപ്പുറത്തുള്ള സ്ത്രീകളെ ഇവർക്ക് കാണാൻ കഴിയുന്നത്, മുസ്ലിം ആണെങ്കിലും ദളിതാണെങ്കിലും കറുത്തവളാണെങ്കിലും അത്തരത്തിലുള്ള സ്ത്രീകളെ എന്തുകൊണ്ട് ഫെമിനിസം പോലെയുള്ള ലോകത്തെ പകുതിയോളം വരുന്ന ആളുകളെ പ്രതിനിധീകരിക്കുന്ന, അവരുടെ ലിബറേഷന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അവരുടെ ഗെയ്സിൽ, അവരുടെ കാഴ്ചയിൽ ഇവർ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആധുനിക അതീശ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും കെ ബാബുരാജ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ആധുനിക അതീശ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ദളിത് സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ കറുത്തവളായ ഒരു സ്ത്രീയെക്കുറിച്ച്, അവളുടെ അവകാശങ്ങളെക്കുറിച്ച്, അവളുടെ കർത്തൃത്വങ്ങളെക്കുറിച്ച് അതിനെങ്ങനെയാണ് പ്രതിനിധീകരിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ സ്ത്രീ മുന്നേറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ കർത്തൃത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴും പുരുഷ മേധാവിത്വത്തിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് സംഭവിക്കുന്നത് പുരുഷാധിപത്യം പോകുന്ന അതേ ഒരു റൂട്ടിലൂടെ തന്നെയാണ് ഇവരും പോകുന്നത് എന്നുള്ളതാണ്. വളരെ ആത്യന്തികമായ പുരുഷാധിപത്യം എന്നുള്ളത് ആത്യന്തികമായ സ്ത്രീയാധിപത്യവാദങ്ങളിലേക്കാണ് പലപ്പോഴും ഒരു പരിഗണനകളിലും ഇല്ലാതെ പരിഗണിക്കേണ്ട മേഖലകളെ ഒന്നും തന്നെ പരിഗണിക്കാതെ ആത്യന്തികമായ സ്ത്രീവാദങ്ങളുടെ കോളങ്ങളിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെയാണ് ഈ മുന്നേറ്റങ്ങളായി നിലനിൽക്കപ്പെടാത്തത് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.
ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സൊവേണിറ്റി എന്നുള്ളത്, പരമാധികാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തോടുള്ളതാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ സൊവേണിറ്റി ആണെങ്കിലും പരമാധികാരമാണെങ്കിലും ഇസ്ലാം സൊവേണിറ്റി അള്ളാഹുവിന് മാത്രം അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. എല്ലാ അധികാരങ്ങളുടെയും എല്ലാ പരമാധികാരത്തിൻ്റെയും കേന്ദ്രം അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആത്യന്തികവാദങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഈ തലങ്ങളെ ഇസ്ലാം നിരാകരിക്കും. നമ്മൾ സന്തുലിത സമുദായം എന്നുള്ള അർത്ഥതലത്തിൽ തന്നെ ഈ എക്സ്ട്രീമുകളെ ഇസ്ലാം നിരാകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെ എക്സ്ട്രീമുമായി പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ സംഭവിക്കുക സങ്കുചിതത്വമായിരിക്കും. ഒരാൾ എൻ്റെ കാര്യങ്ങൾ ഞാനാണ് ഇവിടെ റൂൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തിപരമായി ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ പെർസ്പെക്റ്റീവുകളും അയാളുടെ ചിന്താഗതിയൊക്കെ അനുസരിച്ചായിരിക്കും. അത് സാമൂഹ്യ ജീവി എന്ന അർത്ഥത്തിൽ സമൂഹത്തോട് ഇടപെടുമ്പോൾ അവിടെ സങ്കുചിത്വം സ്ഥാപിതമാകും എന്നുള്ളത് മുൻകാല ചരിത്രങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് പുരുഷാധിപത്യ പ്രവണതകളാണെങ്കിലും ലോകത്തെ അധീശത്വങ്ങളാണെങ്കിലും കൊളോണിയലിസം ആണെങ്കിലും എവിടെയൊക്കെ സമഗ്രാധിപത്യം എവിടെയൊക്കെ വരുന്നു, സൊവേണിറ്റി എവിടെയൊക്കെ വരുന്നു, പരിഗണനകളില്ലാത്ത ആധിപത്യം എവിടെയൊക്കെ സാധ്യമാകുന്നു, അവിടെയൊക്കെ പുറന്തള്ളപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ സങ്കുചിതത്വം സാധ്യമാകുമെന്നുള്ളതാണ്. ഈ താല്പര്യങ്ങളെ കൂടി മനസ്സിലാക്കിയാണ് നമ്മൾ ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ തന്നെ വിശകലനം ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇസ്ലാം കേവലമായി ഒന്നിനെയും നിഷിദ്ധമാക്കിയിട്ടില്ല. ഇപ്പോൾ ഹലാൽ ഹറാം ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇസ്ലാം എന്തൊക്കെയോ മുസ്ലിം മനുഷ്യരുടെ അവകാശങ്ങളെ ചുരുക്കാനുള്ള അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിമിറ്റേഷൻ അല്ല എന്നുള്ളതിനാണ് നമുക്ക് പറയാനുള്ളത്. ഹുദൂദുള്ള എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരിധികൾ എന്ന് പറയുന്നത് അത് ലംഘിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് അതിനെ സമീപിക്കുക എന്നുള്ളത് തന്നെ ഇസ്ലാം ഏറ്റവും വിലക്കപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത്. അഹ്ലല്ലാഹു ത്വയ്യിബാത് വഹറമൽ ഹബായിസ് എന്നുള്ളതാണ്. ഇസ്ലാം നല്ലതിനെയൊക്കെ അനുവദിക്കപ്പെടുകയും ചീത്തയായതിനെ നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക കലകളെ കുറിച്ച് പുസ്തകം എഴുതിയ മുഹമ്മദ് ഖുതുബ് പറയുന്നത് വിശാലമായ അർത്ഥതലത്തിൽ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങളൊക്കെ ഇസ്ലാമിക കലയുടെ ഭാഗമാണെന്ന് മുഹമ്മദ് ഖുതുബ് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വിശാലമായ അർത്ഥതലത്തിൽ എല്ലാ നന്മകളും ഉൾക്കൊള്ളിക്കുന്ന എല്ലാ കലാരൂപങ്ങളും ഇസ്ലാമിക കലയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇസ്ലാമിക കലയ്ക്ക് ഏതോ ഒരർത്ഥത്തിൽ ഉദാഹരണമാകുന്നത് എന്നതിനെ അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചു വെച്ചത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലല്ലാഹു ത്വയ്യിബാത്ത് എന്നുള്ളതാണ്. ഇസ്ലാം അള്ളാഹ് നല്ലതിനെ അനുവദനീയമാക്കുകയും ഹറമൽ ഹബായിസ് ചീത്തയാതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലമായി ഇസ്ലാം ഇവിടെ എന്തിനാണ് നിരാകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്? സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം, സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് സ്വാഭാവികമായും സജീവമാകും. സാമൂഹിക മണ്ഡലത്തിൽ സ്വാഭാവികമായും ഇടപെടലുകൾ സജീവമാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ദൃശ്യത സജീവമാകുമ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയയായി മാറും എന്ന് തന്നെയാണ് അലീജ ഇസ്സത്ത് ബെഗോവിച്ച് ഒക്കെ നിരീക്ഷിച്ചതുപോലെ തന്നെ സ്വാഭാവികമാവുക എന്നതിലൂടെയാണ് സജീവമാവുക എന്നതിലൂടെയാണ് സ്വാഭാവികമാകുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിക വീക്ഷണം. ലഹരിയല്ലാതെ മറ്റൊന്നിനെയും ഇസ്ലാം കേവലമായി നിഷിദ്ധമാക്കിയിട്ടില്ല. ലൈംഗികത നിഷിദ്ധമാക്കുന്ന പിന്നെ സന്യാസ ബ്രഹ്മചര്യ സങ്കല്പങ്ങളൊന്നും തന്നെ ഇസ്ലാം അനുവദിക്കുന്ന പോലുമില്ല. പണസമ്പാദനം ഇസ്ലാം അനുവദനീയമാക്കുന്നുണ്ട്. റിബ എന്നുള്ളതാണ്, പലിശയാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്, പക്ഷേ പണസമ്പാദനം ഇസ്ലാം അനുവദനീയമാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് നിർണയിച്ചു അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യവും മനുഷ്യൻ നൽകാതെ നമ്മൾ എന്ത് സാധനത്തിലും അനാവശ്യമായി ആകുലതകൾ പെട്ടുകൊണ്ടുള്ള ഒരു സമൂഹത്തെ ഇസ്ലാം വിഭാവനം ചെയ്യുന്നില്ല. ഇവിടെ ലിബറലുകളും യുക്തിവാദികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ ആധുനിക മൂല്യങ്ങളും എത്തിപ്പെടാത്ത ഒറ്റത്തുരുത്താണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമൂഹം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ആൻറ്റിയായി മാറുന്നത്. അപ്പോൾ ഇസ്ലാം എങ്ങനെ ആൻറ്റിയായി മാറുന്നു എന്ന് ചോദിച്ചാൽ ഇവർ നിർണ്ണയിക്കുന്ന മൂല്യങ്ങൾക്കകത്ത് ഇസ്ലാം ഒതുങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇസ്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിയായി മാറുന്നത്. ഈ മൂല്യങ്ങളിൽ പലപ്പോഴും സ്ത്രീ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഈ പുരുഷാധിപത്യ മനോഭാവങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അതിനെതിരെ നിലനിന്നുകൊണ്ട് സ്ത്രീ മുന്നേറ്റങ്ങളെ സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ്
എങ്ങനെയാണ് ഉപഭോഗം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് മാത്രം സ്ത്രീ പരിമിതപ്പെടുന്നു എന്നുള്ളൊരു ചർച്ച മറുവശത്ത് നടത്തേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഓരോ ഘട്ടങ്ങളിലും മുസ്ലിമുമായി ബന്ധപ്പെട്ട് പിന്നെ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്ലാമോഫോബിക് നരേഷനുകളെ രൂപപ്പെടുത്തുന്നതിൽ അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവവികാസങ്ങൾക്കകത്തും ചരിത്രത്തെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്, ഒരു നരേറ്റീവിനെ രൂപപ്പെടുത്തലാണ് ഇവിടെ സാധ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള പാരമ്പര്യമുള്ള ആളുകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. ആത്മാഭിമാനത്തോടു കൂടി തന്നെ സമൂഹത്തിൽ തലയുയർത്തി ഇവർ നിർണയിച്ച കള്ളികോളങ്ങളിൽ ഒതുങ്ങുന്ന ആളുകളല്ല, നിരന്തരം ചോദ്യം ചെയ്യപ്പെടേണ്ടവരും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട, എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട, എല്ലാത്തിനും വിശദീകരണങ്ങൾ നൽകേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറയുന്ന ദൃശ്യത അല്ലെങ്കിൽ അസ്തിത്വം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് നമുക്ക് കൃത്യമായ പാരമ്പര്യമുണ്ട്, കൃത്യമായ ചരിത്രമുണ്ട്. അവരെത്ര തന്നെ അപ്രസക്തമാക്കി കളഞ്ഞാലും ഇവിടെയുള്ള മുന്നേറ്റങ്ങളിൽ നേരത്തെ ദേശീയതയെക്കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ഇവിടെ ദേശീയത നിർണ്ണയിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത്, ദേശീയതയുടെ ഭാഗമായ സ്ത്രീ എന്ന് പറയുന്നത് ഭാരതാംബ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഭാരതാംബ എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദു സ്ത്രീയുടെ രൂപമുള്ള ഒരു രൂപമാണ് ഭാരതാംബയ്ക്കുള്ളത്. എങ്ങനെയാണ് ഒരു സവർണ ഹിന്ദു സ്ത്രീയുടെ രൂപമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യതയുള്ള ഒരു ഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു രൂപത്തിന് എങ്ങനെയാണ് ഈ കീഴാളരെയും മുസ്ലിങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളാൻ സാധ്യമാകുന്നത്? അവർ കൃത്യമായും അപരവൽക്കരിച്ചുകൊണ്ട് തന്നെ, ഈ അപരവൽക്കരണം തന്നെയാണ് പിന്നീട് ലിബറലിസം ഏറ്റെടുക്കുന്നത്. ഇവിടെ നടന്ന നവോത്ഥാനങ്ങളുടെ ചരിത്രം, സ്ത്രീയുമായി ബന്ധപ്പെട്ട നവോത്ഥാനങ്ങളുടെ ചരിത്രത്തിൽ സതിയും ശൈശവിവാഹവും നവോത്ഥാന ചരിത്രങ്ങളിൽ നിരന്തരം പറയപ്പെടുന്നതാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ അനന്തരാവകാശം ഉണ്ടായിരുന്ന ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പുനർവിവാഹം ചെയ്യാൻ സാധ്യമായിരുന്ന, ഇവിടെ സാമ്പത്തികമായ ഇടപെടലുകളുടെ ഭാഗമായിരുന്ന, സാമൂഹികമായ ഇടപെടലുകളുടെ ഭാഗമായിരുന്ന, ഓത്തുവള്ളികൾ നടത്തിയിരുന്ന, പോരാട്ടങ്ങൾ നയിച്ചിരുന്ന, മലബാർ സമരത്തിന്റെ ഒക്കെ ഭാഗമായി ദൈക്ഷണികമായ നേതൃത്വമായിരുന്ന, നേതൃപരമായ കഴിവുകൾ ഉണ്ടായിരുന്ന, ഇങ്ങനെ സമൂഹത്തിൽ കൃത്യമായി മുസ്ലിം സ്ത്രീ എന്ന പ്രതിനിധാനത്തിൽ അടയാളപ്പെടുത്തിയ, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ പൂർണ്ണമായ വസ്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടി സമൂഹത്തെ അഡ്രസ്സ് ചെയ്തിരുന്ന ഒരു മുസ്ലിം സ്ത്രീ കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തെയാണ്, ആ ചരിത്രത്തെയാണ് അപ്രസക്തമാക്കിക്കൊണ്ട് അതിനെ ചർച്ച ചെയ്യാതെ പിന്നീട് അങ്ങോട്ട് മതമൗലികവാദിയും അതിലൈംഗികതയുള്ള മുസ്ലിം പുരുഷന്റെ അടിമയായിട്ടുമൊക്കെ മുസ്ലിം സ്ത്രീ മാറപ്പെടുന്നത്. അതിലൈംഗികതയുള്ള മുസ്ലിം പുരുഷനിൽ നിന്നുള്ള വിമോചനമാണ് ഈ ഇന്ത്യൻ ദേശീയത ഐക്കണാക്കിയുള്ള ഈ ഭാരത സ്ത്രീയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സിന്ദൂരം തൊട്ടിട്ടുള്ളത് കാക്കമാർ ഞങ്ങളുടെ മക്കളെ കൊത്തിക്കൊണ്ടുപോകാതിരിക്കാനാണെന്ന് അവർക്ക് പറയുന്നതിന്റെ പിന്നിൽ ഇവിടെ രൂപപ്പെടുത്തിയ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് എന്ന് തന്നെയാണ്. അതിലൈംഗികതയുള്ള മുസ്ലിം പുരുഷൻ അവന്റെ അതിക്രമങ്ങളിൽ നിന്ന്, അവന്റെ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ അതിക്രമിക്കപ്പെട്ടതിന് ശേഷം അവന്റെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ട ദേശീയയായ ഒരു സ്ത്രീ, അതുപോലെ തന്നെ എല്ലാവിധ അടിമത്തങ്ങളും പേറിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീ, ഇങ്ങനെയുള്ള കള്ളികോളങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം അതിനെ നിരന്തരം ചോദ്യം അതിനെ നിരന്തരം മറുപടി പറയുന്നതിന് പകരം ചരിത്രത്തെ ഏറ്റെടുത്തുകൊണ്ട്, ചരിത്രത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ തുടർച്ചകളെ മനസ്സിലാക്കുവാനും അതിൻ്റെ തുടർച്ചകളെ ഏറ്റെടുക്കുവാനും ഇത്തരം സംവാദങ്ങൾ, ചർച്ചകൾ സഹായകമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സർവശക്തൻ തുണക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.